ഏവർക്കും പരിചിതമായ ഒരു കൽപ്പിത കഥ. ഒരിക്കലൊരു വ്യക്തി ദൈവത്തോടൊപ്പം നടക്കുകയായിരുന്നു. മണൽത്തരിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ കാൽപാദത്തിനൊപ്പം ദൈവത്തിൻ്റെ കാൽപ്പാടുകളും ഉണ്ടായിരുന്നു. ദൈവത്തോടൊരുമിച്ചുള്ള ആ യാത്ര വളരെ സന്തോഷകരമായിരുന്നു. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ ദുർഘടമായ പാതയിലൂടെ പോകേണ്ടതായി വന്നു. അപ്പോഴിതാ ഒരാളുടെ കാൽപാദം മാത്രമേ കാണുന്നുള്ളൂ. വളരെ പരിഭ്രമത്തോടുകൂടെ ആ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വന്ന ദുർഘടമേടുകളിൽ നീ എന്നെ ഒറ്റയ്ക്കിട്ടേച്ചു പോയല്ലോ. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ആ കാൽപ്പാടുകൾ നീ സൂക്ഷിച്ചു നോക്കുക. അത് നിന്റെ കാൽപ്പാടുകളല്ല, എൻ്റേതാണ്. ജീവിതത്തിൻ്റെ ദുർഘടമായ മേടുകളിലൂടെ നീ നടക്കേണ്ടി വന്നപ്പോൾ ഞാൻ നിന്നെ ചുമക്കുകയായിരുന്നു. ജീവിതത്തിലെ വേദനയുടെയും ദുരിതത്തിൻ്റെയും നടുവിൽ നാം ഒറ്റയ്ക്കല്ലെന്നും നാം ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറുകയാണെന്നും മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മളാരും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഇഷ്ടപ്പെടാറില്ല. എങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഭയമുണ്ടാകും. ജീവിതത്തിലെ ലക്ഷ്യബോധം തന്നെ തെറ്റിപ്പോവുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എനിക്കൊന്നും നേടാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയാൽ ഞാനും എൻ്റെ കുടുംബവും വളരെ വേഗം തകർന്നു പോകും എന്നിങ്ങനെ എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ അലട്ടാറുള്ളത്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ ചോർത്തിക്കളയുന്നു. എന്നാൽ വൈതരണികളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഒരാൾ നമ്മളോടുകൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ധൈര്യം പകരുന്നതാണ്. ഒരു വ്യക്തിയും ഇരുളിനെ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇരുളിലൂടെ യാത്ര ചെയ്യുവാനും നമുക്കാർക്കും താല്പര്യമില്ല. അതിൻ്റെ കാരണം നാം ഇരുളിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏത് ഇരുട്ടിലൂടെയും മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് ധൈര്യമുണ്ടായിരിക്കും. ഇരുട്ടിനെ ഭയമാണെങ്കിലും ഒരാൾ കൂടെയുണ്ട് എന്ന ബോധ്യം ആ ഇരുട്ടിനെ തരണം ചെയ്യുവാൻ നമുക്ക് ആന്തരിക ബലം നൽകിത്തരും. പലപ്പോഴും ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം നമുക്ക് ധൈര്യം നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. ദൈവിക ശക്തി നമുക്ക് ലഭിക്കുകയും നമുക്കാവശ്യമായ സഹായവും ദൈവത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്യും. ജീവിതത്തിലെ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കി കഴിയുമ്പോൾ ഏത് പ്രതികൂലങ്ങളും ദൈവത്തോടൊരുമിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കും. വലിയ പ്രതിബന്ധങ്ങൾ പോലെയുള്ള മതിലുകളെ പോലും ചാടിക്കടക്കുവാൻ ദൈവ സാന്നിധ്യം നമ്മെ സഹായിക്കും. പ്രതിസന്ധികൾക്ക് നമ്മെ ഭയപ്പെടുത്താനാകില്ല. ദൈവിക കരുതൽ ഇരുളടഞ്ഞ ജീവിതത്തിൽ നമ്മെ താങ്ങി ഓരോ ദിവസവും നടത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നീതിയുള്ള വലങ്കയുടെ ശക്തിയും അധികാരവും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.